4-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നത് ആവർത്തിച്ചാണ്. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ. യഹോവയിൽ ആശ്രയം വെപ്പിൻ. നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ജീവിതം വയലിൽ പുല്ലിനു തുല്യമി ജീവിതം വയലിൽ പൂവെന്ന പോലിതു പൂക്കുന്ന തുലകിൽ പൂവെന്ന പോലിതു പൂക്കുന്ന തുലകിൽ വാഴ്ത്തുക നീ മനമേ എൻ വരനേ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ മനമേ എൻ വരനേ വാഴ്ത്തുക നീ മനമേ. ദൈവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്നത്തെ സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവം ഇന്ന് ഈ വർഷത്തിലെ അവസാനം കർത്താവ് ഇനി ചില മണിക്കൂറുകൾ മാത്രം ഈ വർഷം അവസാനിക്കാൻ ശേഷിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഭായോഗം നൽകി തന്നല്ലോ, ഒരു കൂട്ടായ്മ നൽകി തന്നല്ലോ. ദൈവമേ, തിരുനാമം മഹത്വപ്പെടുക്കുവാറാകട്ടെ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ട ആലോചനകളും ഞങ്ങൾക്ക് വേണ്ട ആത്മീയവും ഭൗതികമായ നന്മകളും നൽകി തരുവാൻ എൻ്റെ കർത്താവിൻ്റെ തൃക്കരം അടിയങ്ങളിലേക്ക് നീട്ടേണ്ടതിന് വേണ്ടി ദൈവമേ ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ട നന്മകൾ കർത്താവ് നൽകി തരുമാറാകണമേ. തിരുനാമം മഹത്വപ്പെടുക്കുവാറാകട്ടെ. വായിച്ച സങ്കീർത്തനായി സ്തോത്രം, കടന്ന ജനത്തിനായി സ്തോത്രം. ഇനിയും കർത്താവിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാത്തുകൊണ്ടമേ, അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഇരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകും. എല്ലാ വർഷവും നമുക്ക് ഇനിയും സമയങ്ങളുണ്ട്, നേരം വെളുക്കുന്നത് വരെയുമുള്ള സമയങ്ങളുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് 10 മണി കഴിഞ്ഞാൽ ആരും വഴിയിൽ കാണാൻ പാടില്ല എന്ന്. അതുകൊണ്ട് നമുക്കിത് 8 മണിക്ക് തന്നെ നിർത്തേണ്ടതുണ്ട്. തുടർന്ന് ഭക്ഷണവും കാര്യാദികളും എല്ലാം കഴിഞ്ഞ് ഭവനങ്ങളിൽ എത്തുമ്പോഴേക്കും ആ സമയമാകും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് സഭായോഗത്തിൽ സംബന്ധിക്കാൻ തുടങ്ങി. ഇത്രയും കാലം, ഈ കഴിഞ്ഞ 2 വർഷത്തോളം, ഇനി 2 വർഷം തീരാൻ കുറച്ച് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഈ യാത്ര ഒരു കാലഘട്ടത്തിൽ ഇവിടെ ആയിരിക്കാൻ പരിമനായ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. കർത്താവ് നമുക്ക് വേണ്ട സഹായങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നൽകി. നമ്മളൊരു ആരാധനയ്ക്ക് വേണ്ടി തുടങ്ങുമ്പോഴേക്കും, ശ്രദ്ധ വെച്ചൊരു ശുശ്രൂഷയിലേക്ക് തുടങ്ങുമ്പോഴേക്കും അതപ്പോൾ തന്നെ അടുത്ത ആഴ്ച അതിന് തടസ്സം വരും. അപ്പോൾ പിന്നെ വീണ്ടും പ്രശ്നങ്ങളായി. വീണ്ടും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെയും
അതിന് തടസ്സം വന്നതോടുകൂടി ഇത് ദൈവത്തിൻ്റെ ഹിതമായിരിക്കുകയില്ല എന്നങ്ങനെ മാനുഷികമായ ചിന്തിക്കാനിടയായി തീർന്നു. എങ്കിലും കർത്താവ് കഴിഞ്ഞ ചില ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ചില മാറ്റങ്ങൾ സഭയിലും ജീവിതങ്ങളിലും വരുത്തി. കർത്താവ് തൻ്റെ വചനത്തെയും തൻ്റെ ശുശ്രൂഷകളെയും സ്വർഗത്തിൽ നിന്ന് അയച്ചു. അങ്ങനെ നമുക്ക് ഇന്ന് ഒരു നല്ല അനുഭവം, നമ്മൾ സിയോന്റെ പാതയിൽ ആയിരിക്കുന്നുവോ എന്ന് ഭയപ്പെടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകേണ്ടതായിട്ട്. ഇല്ല എങ്കിൽ നമ്മൾ ഗ്രഹിക്കും തോറുമാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുന്നത് പ്രാഗൽഭ്യമല്ല, പിന്നെയോ അയോഗ്യതയാണ് വെളിപ്പെടുന്നത്. ഞാൻ കേട്ടിട്ടുള്ള ആ വചനം, ആ മഹാപദവി, അതിനുള്ള യോഗ്യത ഒന്നും നമുക്കില്ല. അങ്ങനെയില്ല. അത് യഥാർത്ഥമായിട്ട് അതിൻ്റെ പൊരുൾ ഗ്രഹിച്ചു കഴിയുമ്പോഴാണ് അത് അങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സുഖരാജ്യം സ്വരാജ്യത്തിൽ കിടക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ വരണം? ശിശുക്കളെ പോയിരുന്നല്ല, തിരിയണം. തിരിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് തിരിയണം? നമുക്കൊരു ദിവസം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, കർത്താവ് വിളിച്ച നാളിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്നു. ഏതവസ്ഥ? ശിശുവിൻ്റെ അവസ്ഥ. അതാ കർത്താവ് വിളിച്ചത്. ഒരു ശിശുവിനോട്, ആ കുഞ്ഞിനോട്, ആ വളർന്നു വരുന്ന ആ കുഞ്ഞ് തിരിച്ചറിവ് തുടങ്ങുന്നേ ഉള്ളൂ. ആ കുഞ്ഞിനോട് പറയുകയാണ്, അവിടെ പച്ചവെള്ളത്തിന് തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളാണ് പറയുന്നതെങ്കിൽ ശരിയാ, എന്തോരം ഇങ്ങനെ കത്തുപിടിച്ചു, അവരതൊക്കെ വിശ്വസിക്കുക. ഇതുപോലെയാണ് വിശ്വാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മൾ പഠിച്ചതും നമ്മൾ വിശ്വസിച്ചിട്ടുള്ളതും യുക്തിക്ക് ആധാരമായ കാര്യങ്ങളിലൊന്നും അല്ല നമ്മൾ വന്നപ്പോൾ കേട്ടത്. മത്സ്യം യോനയെ വിഴുങ്ങി, അവിടെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് ചെങ്കടൽ പിളർന്നു, മുതലാളിയുടെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അന്ന് ഒരു സംശയം ഉണ്ടായില്ല. ഒരു സംശയം ജീവിതത്തിൽ. കാരണം ഇത്രയേറെ വിളവ്, ഇതിൻ്റെ പ്രത്യേകിച്ച് വിശ്വാസത്തിലേക്ക് വരുന്നവർ ഇതിനു മുമ്പ് ധാരാളം തരത്തിലുള്ള വളവും തിരിവിൽ കൂടിയും എല്ലാം കടന്നു പോകുന്നവരാണ്. എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ കടന്നു പോകുന്ന വഴികൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ദുർഘടമായ വഴികളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത്രമാത്രം ആ ദുർഘടമായ, അതായത് വക്രത, ഒരു ജനത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ കൂട്ടുകെട്ടും മനുഷ്യന്റെ സ്വഭാവവും യഥാർത്ഥത്തിൽ ഇവർ നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല. അതിലേക്കൊക്കെ ഇറങ്ങി തിരിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ആരാണെന്ന് അറിയുന്നത്. ഒരിക്കലും ഈ ലോകത്തിൽ നമുക്ക് വിശ്വസിക്കത്തക്കതായ ഒരു മനുഷ്യനും ഇല്ല. അങ്ങനെയുള്ള വക്രതയുള്ള ഇതിൽ കൂടി വന്ന് വളവും തിരിവും എല്ലാം കഴിഞ്ഞതിന് ശേഷമ്പോഴാണ് ഇത് കേട്ടത്. ഈ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു സംശയം ഉണ്ടായില്ല. കർത്താവ് ആകാശമേഖലകൾ വരും. നമ്മുടെ പാവങ്ങളെ മായ്ച്ചു കളയും. അതിന് ഒരു വ്യത്യാസം ഉണ്ടായില്ല. അന്ന് ആരായിരുന്നു? കാരണം അങ്ങനെ ഒരു സമയമുണ്ട്. ഏത് സമയം? വചനം പറയുന്നത് തക്ക സമയത്ത് തന്റെ വചനത്തെ വെളിപ്പെടുത്തുന്ന ദൈവം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 2 ദിവസം ഇല്ലാതെ ഒരു ദിവസമേ ഉള്ളൂ. ഏത് ദിവസം? തക്ക സമയത്ത് തന്റെ വചനത്തെ വെളിപ്പെടുത്തുന്നത് ദൈവം നോക്കിയിരിക്കുകയാണ്. ബാല്യത്തിൽ മുതലേ അവനെ നോക്കിയിരിക്കുകയാണ്. ദൈവം മുൻകണ്ടിട്ടുള്ളവനാണെങ്കിൽ അമ്മ പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്യും? കേട്ടല്ലോ, ജനനത്തിങ്കൽ തന്നെ വിളിക്കില്ല, ജനനത്തിങ്കൽ തന്നെ വേർതിരിക്കും. അതിനേതാ? അതിനുശേഷം ലോകത്തിൽ ബാല്യം മുതൽ നീ എൻ്റെ ദൈവം മുൻകണ്ടിട്ടുള്ള ജനനത്തിങ്കൽ തന്നെ വേർതിരിച്ച ആ ജനത്തിന് ദൈവമായിരിക്കും അതിൻ്റെ പരമാധികാരി. ആ സമയം മുതൽ ദൈവം അവനോട് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം സമയം കഴിയുമ്പോഴേക്കും ലോകം അവനെ ഉപദ്രവിച്ചു. അപ്പോഴാണ് വചനം പറയുന്നത്, അവർ എന്നെ ബാല്യം മുതൽ പലപ്പോഴും ഉപദ്രവിച്ചു. ഒഴിവുകാരൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാരകളുടെ നീളത്തിൽ കീറി, പക്ഷെ അവർ എന്നെ ജയിച്ചില്ല. കർത്താവ് സ്തോത്രം, ജയിച്ചില്ല. കാരണം ജനനത്തിങ്ങൾ വേർതിരിച്ച് ദൈവം കൂടെ ഇരുന്ന് അതൊക്കെ വളർത്തിയെടുക്കുക. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഉപദ്രവം സഹിക്കപ്പെട്ടിട്ടും അവനുള്ള ദൈവം കണ്ട അംശം നീങ്ങിപ്പോയിട്ടില്ല. അത് വിളിക്കപ്പെട്ടവന്റെ കാലത്തിലേക്ക് നമുക്ക് ചിന്തിച്ചാൽ അറിയാം.
അങ്ങനെ വളർന്നു വന്നപ്പോൾ അവൻ പുറമെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ അന്തർഭാഗം കർത്താവ് പണിതുകൊണ്ടിരിക്കുക. എങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നു? നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ രൂപപ്പെടുത്താൻ വേണ്ടി നമ്മൾ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മണ്ണ് കുഴച്ച് വെച്ചിരിക്കുന്നു, ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിരിക്കുന്നു, വെണ്ണ വെച്ചിരിക്കുന്നു. ഈ ഫാൻ ശക്തിയിൽ ഇടുമ്പോഴത്തേക്കും വ്യത്യാസം വരുന്ന ഏതിനാ? ഗോതമ്പ് പൊടിക്ക് വ്യത്യാസം വരുമോ? ഇല്ല. അത് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യണം. മണ്ണിന് വ്യത്യാസം വരുമോ? ഇല്ല. പിന്നെ ഏതാ വ്യത്യാസം? വെണ്ണയ്ക്ക് വ്യത്യാസം വരും. കാരണം എന്താ? ഒരു ചെറിയ കാറ്റ് അത്ര ഇതുപോലെയാണ് ബാല്യം മുതൽ ദൈവം കണ്ട ജനത്തെ കർത്താവ് എന്ത് ചെയ്യുന്നത്? അന്തർഭാഗം നുറുക്കും. എവിടെ ചെന്നാലും അവന് വേദനയല്ലാതെ വേറെ ഒന്നുമില്ലാത്ത നിലയിൽ നുറുക്കി പൊടിച്ച് കുഴച്ച് വരുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നറിയാമോ? വരുമ്പോൾ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് എൻ്റെ വചനം പാറയെ തകർന്ന് ചിത്രിക പോലെയല്ലയോ. ആ സമയം വരുമ്പോഴേക്കും ഒന്നും ബലം പ്രയോഗിക്കണ്ട, കഠിന വർത്തമാനം ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? അവനെ അടിക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട. ഒരു വചനം സൂക്ഷ്മതയോടെ ദൈവാത്മാവിൽ പറഞ്ഞാൽ മതി. കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നടന്നു. കാരണം ഇങ്ങനെ ഇരുന്ന ആ രൂപം എങ്ങോട്ട് മാറി? ഈ വചനത്തിന് കേൾവിയിൽ തന്നെ ആ വ്യത്യാസം വന്നു. അത് അങ്ങനെ കർത്താവ് അങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് ഏത് സമയം? തക്ക സമയം. ഏത് വചനതാ? തിത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ. അത് എടുക്കട്ടെ. തിത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അതാണ്. തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തുന്ന പോഷ്കില്ലാത്ത ദൈവം എന്ന് എഴുതിയിരിക്കുന്ന വാക്യം അതാണ്. അപ്പൊ അങ്ങനെ ആ വചനം, അതായത് ഏത് തരത്തിൽ അവന്റെ മാനസികമായിട്ടുള്ള അവസ്ഥയിൽ, അതുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളോട് നമ്മൾ ഇടപെടുമ്പോൾ ഒരിക്കലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കാം. കുട്ടികളെ ഇതുമാത്രം വേണമെങ്കിൽ ശിക്ഷിച്ചോ. പക്ഷെ അവർക്ക് എപ്പോഴും അവര് ഇവരെ ശിക്ഷിക്കുമ്പോഴും നമുക്ക് അവർ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗം അതാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ അതാ, ഒരു കുഞ്ഞിനെ നമ്മൾ അടിക്കുമ്പോഴേക്കും അവനെ ശാസിക്കുമ്പോഴും അവൻ നോക്കുന്നൊരു ഭാഗമുണ്ട്. ഏതാ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവനെ ഒന്ന് ശാസിച്ചേ, അവനെ ഒന്ന് ശിക്ഷിച്ചേ, അവൻ നമ്മുടെ മുഖത്താണ് നോക്കുന്നത്. കാരണം എന്നറിയാം, അത് നോക്കുമ്പോഴും നോക്കുമ്പോൾ അവനറിയാം. കാരണം ഇതെന്തിനാ? അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ആ മുഖം നോക്കിയാൽ അറിയാം. അത് അവിടെ. അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത്, ഒരിക്കലും അവനെ എന്ത് ഭാവിക്കരുത്? കൊല്ലാൻ തക്കോണം ഭാവിക്കരുത്. ഒരിക്കലും കൊല്ലാൻ തക്കോണം ഭാവിച്ചു കഴിഞ്ഞാൽ ഈ മുൻകണ്ടിട്ടുള്ള ഇതാണെങ്കിൽ അവരുടെ ഹൃദയം തകർന്നു പോകും. അത് വല്ലാത്തൊരവസ്ഥയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് ഞാൻ വീണ്ടും ആർക്കും സംഭവിക്കാതിരിക്കാൻ പറയുക. അപ്പോൾ നമ്മൾക്ക് പല ദേഷ്യവും തോന്നും. കാരണം നമ്മൾ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങളുടെ ജഡപ്രകാരമുള്ള പിതാക്കന്മാർ നിങ്ങളെ ശിക്ഷിച്ചത് എപ്പോഴാണ്? ജഡപ്രകാരമുള്ള പിതാക്കന്മാർ മക്കളെ ശിക്ഷിക്കുന്നത് എപ്പോഴാണെന്നറിയാം? എപ്പോഴാ? തങ്ങൾക്ക് ബോധിച്ച പ്രകാരം. അവിടെ വന്നിരിക്കുമ്പോൾ അങ്ങാടി തോറ്റല്ല അമ്മയെന്ന് പറഞ്ഞ പോലെ വഴിയിൽ ആരോടൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കി വന്നിരുന്നപ്പോൾ കൊച്ചു വന്ന് അടുത്ത് വന്ന് സ്നേഹമായിട്ട് നിങ്ങൾ തല്ലിയപ്പോഴത്തേക്കും ഒറ്റ ഒച്ച എടുത്തിട്ട് കൊച്ചു ബോധം പോയിരുന്നതേ ഉള്ളൂ. കാരണം എന്താ? അതല്ല, അവര് ബോധിച്ചതാ കർത്താവിന്റെ സാധന. അങ്ങനെ ഒരിക്കലും ഈ പാടില്ലാത്തൊരു കൂട്ടമാണ് ആര്? ദൈവം മുൻകണ്ട് ബാല്യം മുതൽ വേർതിരിച്ച് ദൈവം വളർത്തിയെടുക്കുന്ന കുഞ്ഞുങ്ങളെ. ഒരിക്കലും അങ്ങനെ ഒരു ഭാവം നമുക്ക് പാടില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. എന്തുവാകട്ടെ, അത് നിൽക്കട്ടെ, അത് വിഷയങ്ങളത്. ഇവിടെ നിന്ന് വളർത്തിയെടുത്തതിന് ശേഷം ഒരു സമയമാകുമ്പോഴേക്കും അവൻ്റെ അന്തർഭാഗം ദൈവം മെനഞ്ഞുകൊണ്ടിരിക്കുക. പുറമെ അവൻ ഏറ്റവും മദ്യപാനിയായിട്ടായിരിക്കും, ഏറ്റവും ദോഷിയായിട്ടായിരിക്കും, കള്ളനായിട്ടായിരിക്കും ഇതൊക്കെ ജീവിക്കുന്നത്. പക്ഷെ ഒരു ഭാഗത്ത് അവൻ സദാസമയം ഇതുകൊണ്ടിരിക്കുക, പാകപ്പെട്ടുകൊണ്ടിരിക്കുക. അവന് വെച്ചിരിക്കുന്ന ഇവനെ നുറുക്കാനും പാകപ്പെടുത്താനും വെച്ചിരിക്കുന്ന ആയുധം ഏതാണ്? അതാണ് മരണഭയം. ഏത് ഭയം? മരണഭയം. ഈ ദൈവം കണ്ടിട്ടുള്ള ജനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാകും. അത് ഈ ബാല്യം മുതലേ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്, അവനെ എന്ത് ചെയ്യരുത്? കൊല്ലാൻ നോക്കണം, ഭാവിക്കരുത്. അവൻ എവിടെ നോക്കും? നമ്മുടെ മുഖത്തേക്ക് നോക്കും. അതിൽ ഒരിക്കലും ഇതുണ്ടാകാൻ പാടില്ല. കാരണം അവനെ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പുറമെ അവൻ മഹാവികൃതിയാണ്, പുറമെ മറ്റുള്ളവർക്കെല്ലാം ദ്രോഹിയാണ്. പക്ഷേ അവൻ്റെ ഉള്ളം കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ മരണഭയം വെച്ചുകൊണ്ട് അവനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവൻ ഒരു സമയമായപ്പോൾ കർത്താവ് നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ സമയമായി. ആ സമയമായെന്ന് കഴിഞ്ഞപ്പോഴും അവൻ്റെ ഹൃദയം ഏത് നിലയിലായി? ശിശു എന്നുള്ള നിലയിലായി. അപ്പോൾ ഇത്രയും കാലം അവൻ ഏതെല്ലാം വഴികളിൽ കൂടി നടന്നിട്ടും ഒരിക്കലും ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യം പറഞ്ഞ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കാം, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നാം എല്ലാവരും പാപികളാണ്.
ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് കർത്താവിന് വേണ്ടി വരികയെന്നാൽ കർത്താവ് ആകാശമേഖലയിൽ വരും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് നാം ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് ഈ കാണുന്ന ശരീരമല്ല, മൃഗങ്ങളെ പോലെയല്ല, പിന്നെയോ ഈ ശരീരത്തിൽ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. മുതലായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സംശയമില്ലാതെ അവൻ അങ്ങനെ തന്നെ സ്വീകരിച്ചു. ആർക്കും തർക്കമുണ്ടായിരുന്നു? ഇത് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രായമായിരുന്നു, പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് ഒരു നമ്മൾ എതിര് പറഞ്ഞോ? ഇല്ല. അതാണ് തക്ക സമയം. ആ തക്ക സമയത്തിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. അപ്പോഴും ബുദ്ധിമനുഷ്യൻ പറഞ്ഞു, പോഷത്വം എന്ന് പറഞ്ഞു. അതിന്റെ കാരണങ്ങൾ നമുക്കറിയാം. അപ്പോൾ അപ്രകാരം ആ സ്വീകരണത്തിൽ നിന്ന് പിന്നീട് തുടർന്ന് ചില കാര്യങ്ങളിലേക്ക് കിടന്നു. അങ്ങനെ ശിശു എന്ന നിലയിൽ ഇതെല്ലാം സ്വീകരിച്ചതിന് ശേഷം അവൻ 11 നമ്മൾ പഠിക്കുന്നത്, നിന്റെ സ്വന്തം കാഴ്ചയ്ക്ക് നീ എളിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേലിൽ പ്രഭുക്കന്മാരായി തിരഞ്ഞെടുത്തു. അപ്പൊ സ്വന്തം കാഴ്ചയ്ക്ക് ഇവൻ എളിയവനായി വന്നു. ദൈവം ആ സ്ഥാനത്തേക്ക് കൊടുത്തു. ചില നാളുകൾ കഴിഞ്ഞതോടുകൂടി ഇവന്റെ സ്വഭാവത്തിന് മാറ്റം വരാൻ തുടങ്ങി. എന്താ കാരണം? ഇവന്റെ സ്വഭാവത്തിന് മാറ്റം വരുവാൻ ശത്രു ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. 1, അവനെ വഞ്ചിക്കും. 2, അവന് കഷ്ടത വരുത്തും. 3, പീഡ വരുത്തും. 4, അപമാനം വരുത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴേക്കും അവൻ എന്നെ വഞ്ചിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വന്ന് ശിശുപോലെ വചനത്തെ സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ ആദ്യമേ തന്നെ പലരും കണ്ടിട്ടുണ്ടോ? ഒരാൾക്ക് ഒരു വിശ്വാസത്തിലേക്ക് വന്ന് അടുത്ത ദിവസം കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരാൾ ഒരു 2 ഇന്നൊന്നുമല്ല, അനേക നാളുകൾക്ക് മുമ്പ്, അന്ന് ഒരു നമുക്ക് എറണാകുളം സിറ്റിയിൽ 5 സെന്റ് സ്ഥലം കിട്ടാവുന്ന കാലഘട്ടം 2.5 ലക്ഷം രൂപ വായ്പ മേടിച്ചിട്ട് കൊടുത്തില്ല, തിരിച്ചു കൊടുത്തില്ല. വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും വിശ്വസനായിട്ട് സഭയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരാളാണ്. ഇപ്പൊ അവസാനം അവൻ എന്ത് ചെയ്തു? അവൻ വഞ്ചിക്കപ്പെട്ടതിന് ചേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിൽക്കാൻ നിവർത്തിയില്ല. ചില കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പലരും പറഞ്ഞു കൊടുത്തു, നിനക്ക് സാമാന്യ ബുദ്ധി കർത്താവ് തന്നിട്ടുണ്ട്, അതും കൂടെ കൂടി ഉപയോഗിക്കണം ജീവിക്കണമെങ്കിൽ. അല്ലാതെ ഈ വരുന്നവരോട് കൂടെ ചോദിക്കുന്നവർക്ക് കൊടുത്ത് അവസാനം നീ കുഴിയിലാകരുത്. മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും ശരിയാ. പിന്നെ ചോദിച്ചപ്പോഴേക്കും അത് ഇല്ല, ഒരു നുണ പറഞ്ഞ് കൊടുക്കണില്ലെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഇത് കയറ്റി, എല്ലാവരും കൂടെ കൂടി ചൂട് കയറ്റി ആ കൊടുക്കാനുള്ളവനെ ഒന്ന് തടഞ്ഞു വെച്ച്. അപ്പം പിന്നെ ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി ബലപ്രയോഗം വന്ന് എന്തെന്നറിയാമോ? അവസാനം കേസ് കൊടുത്തു. ഈ മേടിച്ച കാശിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കേസ് കൊടുത്തു. ജയിച്ചു. ആര് ജയിച്ചു? ശത്രു ജയിച്ചു. കാരണം എന്നറിയാം, ഇവൻ ഏതിൽ നിന്ന് മാറി എന്ന് പറഞ്ഞേ? ശിശുവിൽ നിന്ന് മാറി ഇവൻ ആരായി തീർന്ന്? തനി ലോകമനുഷ്യനായി തീർന്ന്. അതാണ് വചനം പറയുന്നത്, നിങ്ങൾ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും മേൽക്കുമേൽ അവർ ദോഷത്തിൽ മുതിർന്നു വരും. അപ്പോൾ വളർച്ച പ്രാപിക്കുന്നത് അവന്റെ ശിശുത്വം പോയിപ്പോകാൻ വേണ്ടിയിട്ട് ശത്രു കൊണ്ടുവരുന്ന ഒരു ആയുധമാണ്. ഏതായുധം? പറ. വഞ്ചന. വിശ്വാസത്തിൽ വരുമ്പോഴത്തേക്കും താൻ എന്ത് ചെയ്യും? വഞ്ചിക്കപ്പെടും. കർത്താവിന്റെ സാധനം. രണ്ടാമത്തത് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലായിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു അവന്റെ വായെ തുറക്കാതിരുന്നു. മനുഷ്യന് പീഡ വരുമ്പോഴാണ് എന്ത് തുറക്കുന്നത്? വാ തുറക്കുന്നത്. പീഡ വരികയും പീഡ അനുഭവിക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യാൻ ആർക്ക് കഴിയും? ഈ അറിവുള്ളവർക്ക് അല്ലാതെ സാധിക്കില്ല. പീഡ 4 വശത്തുനിന്ന് പീഡ വരുമ്പോഴത്തേക്കും പതുക്കെ പെരുവീർപ്പ് തുടങ്ങിയതിന് ശേഷം അത് ഒച്ചത്തിലാവും. അവസാനം ഇവൻ ആരാന്നറിയാവോ? പീഡ എന്ന് പറയുമ്പോഴേക്കും ഇവൻ അവസാനം ഇവന്റെ വായ കൊണ്ട് എന്തും പറയാൻ മടിയില്ലാത്തനാവും. അപ്പം നമ്മൾ ഇത് ഇപ്പം ചിന്തിക്കുന്നത് അതിന് ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊള്ളണം. ഇത്രയും കാര്യങ്ങൾ അങ്ങ് വരുമ്പോഴേക്കും ഇവന്റെ ജീവിതത്തിൽ ഇവൻ ആ നിലയങ്ങ് മാറി. അതിന് ഏത് നിലയിൽ നിന്ന് മാറി? ശിശു എന്നുള്ള നിലയിൽ നിന്ന് മാറിയതിനു ശേഷം അവൻ വഞ്ചിക്കുന്നവനായി, എന്തിനും തർക്കുത്തരം പറയുന്നവനായി, അവൻ മറ്റ് പല പ്രവൃത്തികളും ചെയ്യുന്നവനായി, കഠിനനായി അങ്ങ് മാറി. കർത്താവിന്റെ വചനം പറയുന്നത് ഇത് എല്ലാ സഭകളിലും അധികം വിശ്വാസികളും നടക്കുന്നതാണ്. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത്, വചനത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ നഷ്ടം ഏറ്റുകൊള്ളാത്തതെന്ത്? നിങ്ങൾ നഷ്ടമേറ്റുകൊള്ളാൻ നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾ വഞ്ചിക്കപ്പെട്ടാലും ഇത് സഭയാണ്. ഈ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷമാണ്.
അതിനെ കെടുത്തി കളയാൻ ആർക്കും സാധിക്കില്ല. ഇവിടെ വന്നതിന് ശേഷം പല സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, പല കാര്യങ്ങളും വചനങ്ങളും ഉണ്ടാകണം. അത് മുഴുവനും സഹിച്ച് നിൽക്ക്. കർത്താവ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇവൻ ഒരിക്കലും ശിശുവെന്ന നിലയിൽ നിന്ന് മാറി ഇവൻ ഒരു കഠിനനായി തീരുകയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ആ പ്രവൃത്തിയാണ് പിന്നീട് മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. കർത്താവ് അതുകൊണ്ടാണ് കർത്താവ് വചനം പറയും, എന്തായിരുന്നാലും സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ സ്ഥാനത്തേക്ക് മടങ്ങി വന്നിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഇത്രയും വർഷങ്ങളായി ഈ വർഷത്തിന്റെ അവസാന ദിവസത്തേക്ക് വന്നിരിക്കുന്നു. സമയം 7 കാലമായി, ഇത്രയും കാലമായി വന്നിരിക്കുന്നു. ഈ കാലം ഇത്രയായിട്ടും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണേ? നമ്മളെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആരായി തീരണം? ശിശു ആയി തീരണം. അപ്പൊ നമ്മൾ ആരായിരുന്നു? ഒരിക്കൽ ശിശു ആയിരുന്നു, ഇപ്പൊ ആരായി തീർന്നു? ഇപ്പൊ ജഡപ്രകാരം ഇച്ചിരി വളർന്നു പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? തിരിഞ്ഞ് എങ്ങോട്ട് യാത്ര ചെയ്യണം? എവിടെയൊക്കെ കാഠിന്യം വന്നിട്ടുണ്ടോ? ആരെല്ലാം നമ്മളോട് ദോഷം തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, ആരെല്ലാം തന്നോട് തന്നെ ശകാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പകരം ശകാരിക്കാൻ പഠിച്ചു. ഞാനും മോശമല്ലെന്ന് തെളിയിച്ചില്ലെങ്കിൽ, ഞാനും അത്ര മോശമല്ലെന്ന് തെളിയിച്ചില്ലെങ്കിൽ എനിക്ക് സഭയിൽ നിലനിൽപ്പില്ലാത്ത അവസ്ഥ വന്നു. പിന്നെ എന്ത് ചെയ്യും? നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീരെ വെള്ളത്തിന് കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ എന്നെ എങ്ങോട്ട് കൊണ്ടുവന്നു? മറന്നുപോയി. ഇന്ന് നീ ഞങ്ങളെ എങ്ങോട്ട് കൊണ്ടുവന്നു? സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഒരു സമൃദ്ധി വെച്ചിട്ടാണ് ഇതൊക്കെ അനുവദിക്കുന്നത്. ആ സമൃദ്ധി അനുഭവിക്കുന്നത് ആർക്ക് അനുഭവിക്കാൻ സാധിക്കും? ഇതൊക്കെയും ഓരോന്നിരുന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനത്തിൽ അയ്യോ എൻ്റെ എത്രയോ സന്ദർഭങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എത്ര സന്ദർഭങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ആരെല്ലാം ഉപദ്രവിച്ച് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് വീക്ഷണം പറയാതെ, തന്നെ വഞ്ചിച്ചിട്ട് പകരം വഞ്ചിക്കാതെ, തന്നെ പരിഹസിച്ചിട്ട് തിരിച്ചു പരിഹസിക്കാതെ, ഹൃദയത്തിൽ എന്തെല്ലാം മറ്റുള്ളവർ ചെയ്തിട്ടും ഞാൻ തിരിച്ച് ദോഷം പോലും നിരൂപിക്കാതെ ഇന്നും എൻ്റെ ശിശു എന്നുള്ള അവസ്ഥ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയം സംശയമില്ല, നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തേക്കുള്ള അവകാശം എങ്ങനെ പ്രാപിക്കും? ധാരാളമായി പ്രാപിക്കുന്നതാണ്. ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് ഈ നാളുകളിൽ നമുക്ക് കാണുന്നത്. ആ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന അവസരത്തിനൊത്തവണ്ണം കർത്താവിന്റെ ഹിതപ്രകാരം തന്നെ, ദൈവത്തിന്റെ ഹിതപ്രകാരം തന്നെ നമ്മൾ ആയിത്തീർന്നതിന് ശേഷം പ്രാഗൽഭ്യത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ ഒരാൾ പോലും നമ്മൾ ഒരുമിച്ച് സഹകരിക്കുവാനും, ഒരുമിച്ച് കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ, ആരാധനയ്ക്കായി ഒരുമിച്ച് സഹകരിച്ച ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഒരാൾ പോലും. ചില സഹോദരങ്ങൾ നമ്മെ വിട്ട് അകന്നു പോയിട്ടുണ്ട്. അവരെ ഈ മടക്കി വരുത്തുവാൻ ഒരിക്കലും ആദ്യം പറഞ്ഞല്ലോ, നമ്മെ എന്ത് ചെയ്തിട്ടുണ്ടാകാം? വഞ്ചിച്ചിട്ടുണ്ടാകാം, നമ്മെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം, നമ്മെ ദുഷിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിന്മേൽ വിശ്വസ്തത കാണിക്കുന്നുവെങ്കിൽ ആ പ്രാണങ്ങളെ നേടുവാൻ ദൈവം സഭയെ സഹായിക്കും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. തുടർന്ന് സാക്ഷ്യത്തിനുള്ള സമയമാണ്. ഈ വർഷം കർത്താവ് നമുക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ, കർത്താവ് നമ്മെ കൊണ്ടുവന്നിട്ടുള്ള വഴികൾ, അതൊക്കെയും നമുക്ക് കർത്താവിൽ പറയാനുള്ള എല്ലാവർക്കും മുഴുവൻ വിശദീകരിച്ച് പറയാനുള്ള സമയമില്ല. എങ്കിലും ചുരുക്കം വാക്കുകളിൽ നമുക്ക് കഴിയുന്നതും പാട്ട് അധികം പാടാതെ, എന്നാൽ തീരെ നിർത്തിയില്ലാത്തെങ്കിൽ മാത്രം ഒരു ലൈൻ, രണ്ട് ലൈൻ പാട്ട് പാടാം. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ദൈവസഭയുടെ മുമ്പാകെ നമുക്ക് പറയുവാനുള്ള സമയമാണ്. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുവാൻ. കാരണം ഈ സാക്ഷ്യം പറയുന്നതിന്റെ കാരണം മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത്? പറഞ്ഞേ. സാക്ഷ്യവചനത്താൽ ജയം പ്രാപിക്കും. സാക്ഷ്യവചനത്താൽ സാക്ഷ്യം പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? സാക്ഷ്യവചനത്താൽ ജയം പ്രാപിക്കും. ആരെ ജയിക്കും? സാത്താനെ ജയിക്കും. അവർ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ലോകത്തെ ജയിച്ചെന്നാണ്. ഇപ്പൊ ലോകം ആരുടെ കീഴില്ല? സാത്താന്റെ കീഴില്ല. അപ്പൊ സാത്താനെ ജയിക്കുന്നത്, സാക്ഷ്യം പറഞ്ഞാൽ ജയിക്കുന്നത് എങ്ങനെയാണ്? സാത്താൻ്റെ കീഴിൽ കിടക്കാൻ ലോകത്ത് കിടക്കുന്ന ആ സാത്താനെ നമ്മൾ സാക്ഷ്യം മുഖാന്തരം ജയിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു ഉള്ളതേ പറയാവൂ, ഇല്ലാത്ത പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാത്താനെ ജയിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാ. 2 ശക്തികളാണ്.
കർത്താവിൻ്റെ വചനം പറയുന്നത് ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ഒരുവൻ നമ്മോടൊപ്പം ഉണ്ട് എന്നോ പറഞ്ഞേ. ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ഒരുവൻ, ഈ ലോകത്തിലുള്ളവനാരാ? പിശാച്. വലിയവനാരാ? ദൈവം. അപ്പോ ഈ വലിയവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഈ വലിയവനാണ് ആരെ സൃഷ്ടിച്ചത്? ലോകത്തെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ ഇവിടെ ഈ വിഷയം പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് മറന്നു പോകാതിരിക്കാനാ. തന്റെ പോരാ തന്റെ മഹാശക്തിയാൽ, ഞാൻ ഒറ്റ വാക്കം പറയാം, ഏത് ശക്തിയാല്? മഹാശക്തി കൊണ്ടാണ് ഈ ലോകത്തിൽ ഉണ്ടാക്കിയത്. അപ്പൊ മഹാശക്തി ആർക്കേ ഉള്ളൂ? ഈ മഹാശക്തി ഉള്ളൂ. ഈ മഹാശക്തി എവിടെ ഇരിക്കുന്നത്? നമുക്ക് കിട്ടുന്നത് എവിടെയാ? കർത്താവ് സാധനം അപ്പോസ്തലത്തിൽ വായിക്കണം. പിന്നെ വായിച്ചാൽ മതി. എന്താ അറിയാമോ? അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കൃപയുടെ വചനത്തിൽ സാക്ഷ്യം പറഞ്ഞു. ഈ സാക്ഷ്യത്തിന് കർത്താവ് കൊടുക്കുന്നതാണ്. സത്യസന്ധമായ സാക്ഷിയാണെങ്കിൽ, ദൈവത്തെ ഓർത്തിട്ട് ദൈവം ചെയ്ത ഉപകാരത്തെ ഓർത്ത് ഹൃദയപൂർവ്വമുള്ള സാക്ഷ്യമാണെങ്കിൽ ദൈവം എന്ത് കൊടുക്കും അതിന്? മഹാശക്തി കൊടുക്കും. ആ മഹാശക്തിക്ക് മുമ്പാകെ അവന് നിൽക്കാൻ പറ്റില്ല. ആർക്ക്? അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഒറ്റണം പറഞ്ഞില്ല. ഇപ്പൊ ഏറ്റു പറയാനോ പറ്റും. അത് ആദ്യം മുതൽ എത്ര പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ള സഭയിൽ. അപ്പൊ നമ്മൾ സാക്ഷ്യം എടുത്താൽ എന്ത് ചെയ്യാൻ സാധിക്കും? സാത്താനെ ജയിക്കാം. എന്തുകൊണ്ടാണ്? സാക്ഷ്യത്തിൽ എന്തുണ്ട്? മഹാശക്തിയുണ്ട്. മഹാശക്തി ആരുടെയാ? ദൈവത്തിൻ്റെയാണ്. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. അവന് അത്രയും ശക്തിയില്ല. അവനേക്കാൾ വലിയവനായ ഒരുവനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവനാണ് സാക്ഷ്യത്തിൽ നമുക്ക് ശക്തി നൽകുന്നത് ശത്രുവിനെ ജയിക്കുവാൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. അതിനുള്ള അവസരം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ദൈവം ചെയ്ത ഉപകാരത്തെ കർത്താവ് എനിക്ക് ചെയ്ത നന്മ അത് ഹൃദയപൂർവ്വം കണ്ണറിയാൻ പാടില്ല. എല്ലാവരും വന്ന് പറഞ്ഞു, എടാ നീ എന്തേ പറയണ? അവൻ പാപിയാണ്. നീ ന്യായപ്രമാണം ഒന്ന് വായിച്ചു നോക്കി. അതിലാരെങ്കിലും ഇപ്രകാരം ശവത്തിലൊക്കെ ശുദ്ധമാക്കിയിട്ടുണ്ടോ? ശവത്തിൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? പിന്നെ ശവത്തിൽ അവൻ പ്രവൃത്തി ചെയ്ത അവൻ ആരാ? പാപിയാ. ചേട്ടാ പുലിങ്ങി കണ്ണറിയാൻ പാടില്ലാത്തതിന് കണ്ണ് കിട്ടിയതാ. ഇപ്പൊ എല്ലാവരും കൂടെ ചോദ്യം ചെയ്തപ്പോ താങ്കൾ അവൻ കുറെ ചിന്തിച്ചു. ഇതൊന്നും എനിക്കറിയണ്ട. അവൻ പാവിയോ അല്ലയോ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഒരു കാര്യം ഞാൻ അറിയുന്നു, ഞാൻ ഇന്നലെ വരെ അന്ധനായിരുന്നു. കണ്ണറിയാൻ പാടില്ലാത്തതിന് ഇന്ന് ഞാൻ കാണും. കർത്താവ് സ്തോത്രം. തോറ്റുപോയി. അതിലെന്തുണ്ട്? മഹാശക്തിയുണ്ട്. സത്യസന്ധമായിരിക്കണം, ഹൃദയപൂർവമായിരിക്കണം, ഉള്ളതായിരിക്കണം. അത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ സഭയുടെ മുമ്പാകെ പറയാനുള്ള അവസരമാണ്. നമുക്ക് ഏവർക്കും കർത്താവ് കൃപ നൽകട്ടെ. ആ മഹാശക്തിയാൽ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ സാക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കായി എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യത്തെ പ്രസ്താവിക്കണം. യേശു എന്നടിസ്ഥാനം ആശയാവാനില